ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജീൻ റെഗുലേഷൻ ഇൻ പ്രൊക്കാരിയോട്സ്. Gene expression is basically the synthesis of the polypeptide chain encoded by a particular gene. ജീൻ എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജീനിൽ നിന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ജീൻ എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. Bacterial genes are often found in operons. Genes in an operon are transcribed as a group and have a single promoter. Each operon contains regulatory DNA sequences which acts as binding sites for regulatory proteins that promote or inhibit transcription. Regulatory proteins often bind to small molecules which can make the protein active or inactive by changing its ability to bind DNA. Some operons are inducible, meaning that they can be turned on by the presence of a particular small molecule. Others are repressible, meaning that they are on by default but can be turned off by a small molecule. ജീൻ റെഗുലേഷൻ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ബാക്ടീരിയൽ ജീൻസ് ഓപ്പറോണിൻ്റെ ഫോമിലാണ് കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സിംഗിൾ പ്രൊമോട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്പറോണിലുള്ള ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സിംഗിൾ പ്രൊമോട്ടറാണ് ഉപയോഗിക്കുന്നത്. ഓരോ ഓപ്പറോണിലും റെഗുലേറ്ററി DNA സീക്വൻസുകൾ കാണപ്പെടുന്നു. ഈ റെഗുലേറ്ററി DNA സീക്വൻസുകൾ റെഗുലേറ്ററി പ്രോട്ടീൻസിൻ്റെ ബൈൻഡിങ് സൈറ്റാണ്. റെഗുലേറ്ററി പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീനിനെയാണ് റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള റെഗുലേറ്ററി പ്രോട്ടീൻസിന് ട്രാൻസ്ക്രിപ്ഷനെ പ്രൊമോട്ട് ചെയ്യാനും ട്രാൻസ്ക്രിപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാനും സാധിക്കും. ട്രാൻസ്ക്രിപ്ഷനെ പ്രൊമോട്ട് ചെയ്യാനും ട്രാൻസ്ക്രിപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാനും റെഗുലേറ്ററി പ്രോട്ടീൻസിന് സാധിക്കും. റെഗുലേറ്ററി പ്രോട്ടീൻസ് ചില സ്മോൾ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് വഴി അവയ്ക്ക് ആക്റ്റീവായിരിക്കാനോ ഇനാക്റ്റീവായിരിക്കാനോ സാധിക്കുന്നു. അതുവഴി DNA അവയുടെ ബൈൻഡിങ് എബിലിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മൾ അടുത്ത ഓരോ സെക്ഷനിലേക്ക് വരുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ചില ഓപ്പറോൺസ് ഇൻഡ്യൂസിബിളാണ്. അതിൻ്റെ അർത്ഥം ട്രാൻസ്ക്രിപ്ഷനെ ടേൺ ഓൺ ചെയ്യാനുള്ള കഴിവുള്ള ഓപ്പറോൺസാണ്, ഇൻഡ്യൂസിബിളാണ്. ചില സ്മോൾ മോളിക്യൂളിൻ്റെ പ്രസൻസിൽ ട്രാൻസ്ക്രിപ്ഷൻ ടേൺ ഓൺ ആകുന്നു. അത്തരം ഓപ്പറോൺസിനെ ഇൻഡ്യൂസിബിൾ ഓപ്പറോൺസ് എന്ന് പറയുന്നു. ചില ഓപ്പറോൺസ് റിപ്രസിബിളാണ്, കാരണം ട്രാൻസ്ക്രിപ്ഷൻ ടേൺ ഓഫ് ആകുന്നു ബൈ ദ പ്രസൻസ് ഓഫ് സം സ്മോൾ മോളിക്യൂൾസ്. We tend to think of bacteria as simple, but even the simplest bacterium has a complex task when it comes to gene regulation. The bacteria in our gut, between our teeth, have genomes that contain thousands of different genes. Most of these genes encode proteins, each with its own role in a process such as fuel metabolism, maintenance of cell structure, and defense against viruses. Some of these proteins are needed routinely, while others are needed only under certain circumstances. Thus, cells don't express all the genes in their genome all the time. How is gene expression regulated?
There are various forms of gene regulation, that is, mechanism for controlling which genes get expressed and at what levels. However, a lot of gene regulation occurs at the level of transcription. Bacteria have specific regulatory molecules that control whether a particular gene will be transcribed into mRNA. Often these molecules act by binding to DNA near the gene and helping or blocking the transcription enzyme, that is RNA polymerase. നിങ്ങൾ ജീൻ റെഗുലേഷൻ പഠിക്കുമ്പോൾ സെൻട്രൽ ഡോഗ്മ എപ്പോഴും മനസ്സിൽ ആ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. DNA-യിൽ നിന്നും mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു ത്രൂ ട്രാൻസ്ക്രിപ്ഷൻ, mRNA-യിൽ നിന്നും പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു ത്രൂ ട്രാൻസ്ലേഷൻ. അപ്പം ജീനിൻ്റെ റെഗുലേഷന് പല ലെവലിലായിട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലും ട്രാൻസ്ലേഷൻ ലെവലിലും. അതിൽ മെയിനായിട്ടും പല രീതിയിലുള്ള മെക്കാനിസം വഴി ജീനിൻ്റെ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത് കൂടുതലും ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലാണ്. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന റെഗുലേറ്ററി മോളിക്യൂൾസാണ് mRNA-യുടെ സിന്തസിസ്, DNA-യിൽ നിന്നും mRNA-യുടെ സിന്തസിസിനെ, അതായത് ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ക്രിപ്ഷണൽ എൻസൈം, ദാറ്റ് ഈസ് RNA പോളിമറൈസിൻ്റെ ബൈൻഡിങ്ങിനെ, അത് RNA പോളിമറൈസിനെ DNA-യിലേക്കുള്ള ബൈൻഡിങ്ങിനെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ബൈൻഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യുന്നത് വഴി mRNA-യുടെ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇൻ ബാക്ടീരിയ, ജീൻസ് ആർ ഓഫൺ ഫൗണ്ട് ഇൻ ഓപ്പറോൺസ്. In bacteria, related genes are often found in a cluster on the chromosome where they are transcribed from one promoter, that is RNA polymerase binding site, as a single unit. Such a cluster of genes under control of a single promoter is known as operon. Operons are common in bacteria, but they are rare in eukaryotes such as humans. ബാക്ടീരിയയിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ഓപ്പറോൺസ്. ഓപ്പറോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് എ ക്ലസ്റ്റർ ഓഫ് ജീൻസ് അണ്ടർ കൺട്രോൾ ഓഫ് എ സിംഗിൾ പ്രൊമോട്ടർ. അപ്പോൾ ഒരു ഒറ്റ പ്രൊമോട്ടറിൻ്റെ കൺട്രോളിൽ ഉള്ള ഒരു ക്ലസ്റ്റർ ഓഫ് ഒരു കൂട്ടം ജീൻസിനെയാണ് ഓപ്പറോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ പ്രൊമോട്ടർ എന്ന് പറയുന്നത് പോളിമറൈസ്, RNA പോളിമറൈസിൻ്റെ ബൈൻഡിങ് സൈറ്റാണ്. അപ്പോൾ RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് അനുസരിച്ചാണ് ഇവിടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും പ്രോട്ടീൻ സിന്തസിസൊക്കെ നടക്കുന്നത്. ഓപ്പറോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ജീൻസ് ഒരു ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നു. അതിൽ ഒരു ഒറ്റ പ്രൊമോട്ടർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പ്രൊമോട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് RNA പോളിമറൈസിൻ്റെ ബൈൻഡിങ് സൈറ്റാണ്. അപ്പം ഈ RNA പോളിമറൈസ് പ്രൊമോട്ടറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നിർണ്ണയിക്കപ്പെടുന്നു. അടുത്തത് അനാറ്റമി ഓഫ് ആൻ ഓപ്പറോൺ. Operons aren't just made up of the coding sequences of genes. Instead, they also contain regulatory DNA sequences that control transcription of the operon. Typically, these sequences are binding sites for regulatory proteins, which control how much the operon is transcribed. The promoter or the site where RNA polymerase binds is one example of a regulatory DNA sequence. Most operons have other regulatory DNA sequences in addition to the promoter. These sequences are binding sites for regulatory proteins that turn expression of the operon up or down. Operons ഉണ്ടായിരിക്കുന്നത് കോഡിംഗ് സീക്വൻസസ് ഓഫ് ജീൻസ് കൊണ്ട് മാത്രമല്ല, റെഗുലേറ്ററി DNA സീക്വൻസുകളും അവയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഓപ്പറോണിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് റെഗുലേറ്ററി DNA സീക്വൻസുകൾ. ഈ റെഗുലേറ്ററി DNA സീക്വൻസുകൾ
റെഗുലേറ്ററി പ്രോട്ടീൻസിൻ്റെ ബൈൻഡിങ് സൈറ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുവഴി ഓപ്പറോണിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യുന്നു. മെയിനായിട്ടും റെഗുലേറ്ററി DNA സീക്വൻസ് എന്നറിയപ്പെടുന്നത് പ്രൊമോട്ടറാണ്. അത് RNA പോളിമറൈസ് റെഗുലേറ്ററി പ്രോട്ടീനിൻ്റെ ബൈൻഡിങ് സൈറ്റാണ്. RNA പോളിമറൈസ് എൻസൈമിൻ്റെ ബൈൻഡിങ്ങിൻ്റെ ബേസിസിൽ ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. കൂടുതൽ ഓപ്രോൺസിലും പ്രൊമോട്ടറിനെ കൂടാതെ തന്നെ മറ്റ് റെഗുലേറ്ററി DNA സീക്വൻസസുകളും കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള DNA സീക്വൻസസുകൾ റെഗുലേറ്ററി പ്രോട്ടീൻസിൻ്റെ ബൈൻഡിങ് സൈറ്റാണ്. ഇവിടെ റെഗുലേറ്ററി പ്രോട്ടീൻസ് ആണ് DNA ടേൺ ഓൺ ആകണോ ഓഫ് ആകണോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. സം റെഗുലേറ്ററി പ്രോട്ടീൻസ് ആർ റിപ്രസേഴ്സ് ദാറ്റ് ബൈൻഡ് ടു piece of DNA called operators. When bound to its operator, a repressor reduces transcription. Example, by blocking RNA polymerase from moving forward on the DNA. നിങ്ങൾ ഈ സ്ട്രക്ചർ നന്നായിട്ട് ശ്രദ്ധിക്കുക. ചില റെഗുലേറ്ററി പ്രോട്ടീൻസിന് പറയുന്ന പേരാണ് റിപ്രസേഴ്സ്. അപ്പോൾ ഈ റിപ്രസേഴ്സ് എന്താണ് ചെയ്യുന്നത്? റിപ്രസേഴ്സ് DNA-യിൽ കാണപ്പെടുന്ന ഓപ്പറേറ്റേഴ്സിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പം ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് DNA തന്നെയാണ്. അപ്പം ഈ ഓപ്പറോണിൽ കാണപ്പെടുന്ന ഓപ്പറേറ്റേഴ്സിലേക്ക് വന്ന് റിപ്രസേഴ്സ് ബൈൻഡ് ചെയ്യുന്നു. അപ്പം ഈ ഓപ്പറേറ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നതനുസരിച്ച് ട്രാൻസ്ക്രിപ്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ആരാണ് ട്രാൻസ്ക്രിപ്ഷൻ റെഡ്യൂസ് ചെയ്യുന്നത്? റിപ്രസറാണ്. റിപ്രസർ എവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നു? DNA-യിൽ കാണപ്പെടുന്ന എ പീസ് ഓഫ് DNA ആണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത് വഴി ട്രാൻസ്ക്രിപ്ഷനെ റെഡ്യൂസ് ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിളാണ് ബ്ലോക്കിംഗ് RNA പോളിമറൈസ് ഫ്രം മൂവിങ് ഫോർവേഡ് ഓൺ ദ DNA. ഈ പിക്ചറിൽ നിങ്ങൾ നോക്കുക. RNA പോളിമറൈസ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതിന് കാരണമാകുന്നത് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ RNA പോളിമറൈസിന് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു RNA പോളിമറൈസിനെ മൂവ് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഓപ്പറേറ്ററിലേക്ക് വന്ന് റിപ്രസർ വന്ന് ബൈൻഡ് ചെയ്താൽ RNA പോളിമറൈസിൻ്റെ മൂവ്മെൻറ്റ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതുവഴി ട്രാൻസ്ക്രിപ്ഷൻ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. സം റെഗുലേറ്ററി പ്രോട്ടീൻസ് ആർ ആക്ടിവേറ്റേഴ്സ്. ഇപ്പോൾ റിപ്രസേഴ്സ് ഉണ്ടെങ്കിൽ ചില റെഗുലേറ്ററി പ്രോട്ടീൻസ് ആക്ടിവേറ്റേഴ്സ് ആയിട്ടുള്ളവയും ഉണ്ട്. വെൻ ആൻ ആക്ടിവേറ്റർ ഈസ് ബൗണ്ട് ടു ഇറ്റ്സ് DNA ബൈൻഡിങ് സൈറ്റ് ഇറ്റ് ഇൻക്രീസസ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ ഓപ്പറോൺ. അപ്പോൾ ആക്ടിവേറ്ററാണ് DNA ബൈൻഡിങ് സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത് എങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്താണ്? RNA പോളിമറൈസ് പ്രൊമോട്ടറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നതിനെ സഹായിക്കുന്നവയാണ് ആക്ടിവേറ്റേഴ്സ്. ബൈ ഹെൽപ്പിംഗ് RNA പോളിമറൈസ് ബൈൻഡ് ടു ദ പ്രൊമോട്ടർ. Some regulatory proteins are activators. When an activator is bound to its DNA binding site, it increases transcription of the operon. അപ്പം ആക്ടിവേറ്റേഴ്സ് ആണ് DNA സീക്വൻസിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത് എങ്കിൽ ഓപ്പറോണിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റ് ആകുകയും അത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഹെൽപ്പിംഗ് RNA പോളിമറൈസ് ബൈൻഡ് ടു ദ പ്രൊമോട്ടർ. അപ്പം പ്രൊമോട്ടറിലേക്ക് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അടുത്തത്, ഓപ്പറോൺസ് മേ ബി ഇൻഡ്യൂസിബിൾ ഓർ റിപ്രസിബിൾ. സം ഓപ്പറോൺസ് ആർ യൂഷ്വലി ഓഫ് ബട്ട് ക്യാൻ ബി ടേൺ ഓൺ ബൈ എ സ്മോൾ മോളിക്യൂൾ. The molecule is called an inducer. And the operon is said to be inducible. For example, the lac operon is an inducible operon that encodes enzymes for metabolism of the sugar lactose.
It turns on only when the sugar lactose is present and other preferred sugar are absent. The inducer in this case is allolactose, a modified form of lactose. ചില ഓപ്പറോൺസ് യൂഷ്വലി അത് ഓഫ് ആയിരിക്കും, പക്ഷേ അവയെ ടേൺ ഓൺ ചെയ്യാനായിട്ട് ചില സ്മോൾ മോളിക്യൂൾസിൻ്റെ പ്രസൻസിൽ സാധ്യമാണ്. അത്തരത്തിലുള്ള മോളിക്യൂൾസിനെ ഇൻഡ്യൂസർ എന്നാണ് പറയുന്നത്. ഇൻഡ്യൂസർ. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറോണിന് പറയുന്ന പേരാണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ. അപ്പോൾ ചില മോളിക്യൂൾസിൻ്റെ പ്രസൻസിൽ ടേൺ ഓഫ് ആയിരിക്കുന്ന ഓപ്പറോൺസ് ടേൺ ഓൺ ആയി ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു. അത്തരത്തിലുള്ള ഓപ്പറോണിനെയാണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ലാക് ഓപ്പറോൺ ആണ്. ലാക് ഓപ്പറോൺ ഒരു ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ ആണ്. മെയിനായിട്ടും അത് എൻകോഡ് ചെയ്യുന്നത് എൻസൈംസിനെയാണ്. എൻസൈംസ് ഫോർ മെറ്റബോളിസം ഓഫ് ദ ഷുഗർ ലാക്ടോസ്. അപ്പം ലാക്ടോസിൻ്റെ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള എൻസൈംസിനെയാണ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ എൻകോഡ് ചെയ്യുന്നത്. ഈ ലാക് ഓപ്പറോൺ ടേൺ ഓൺ ആകുന്നത് ഷുഗർ ലാക്ടോസിൻ്റെ പ്രസൻസിൽ മാത്രമാണ്. അതായത് മറ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള ഷുഗർ ആബ്സെൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ലാക്ടോസ് പ്രസൻ്റ് ആണ് എങ്കിൽ ലാക് ഓപ്പറോൺ ആക്റ്റീവ് ആകുന്നു, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു, എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിനെയൊക്കെ സിന്തസൈസ് ചെയ്യുന്നു. ഇവിടെ ഇൻഡ്യൂസറായിട്ട് ഈ ഒരു കേസിൽ അല്ലോ ലാക്ടോസ് യൂസ് ചെയ്യാറുണ്ട്. ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ലാക്ടോസിൻ്റെ ഫോമാണ് അല്ലോ ലാക്ടോസ്. അതൊരു ഇൻഡ്യൂസറായിട്ടും ഉപയോഗിക്കാറുണ്ട്. അതർ ഓപ്പറോൺസ് ആർ യൂഷ്വലി ഓൺ ബട്ട് ക്യാൻ ബി ടേൺ ഓഫ് ബൈ എ സ്മോൾ മോളിക്യൂൾ. ദ മോളിക്യൂൾ ഈസ് കോൾഡ് എ co-repressor and the operon is said to be repressible. For example, the trip operon is a repressible operon that encodes enzymes for synthesis of the amino acid tryptophan. This operon is expressed by default but can be repressed when high levels of the amino acid tryptophan are present. The co-repressor in this case is tryptophan. Co-repressor എന്ന് പറഞ്ഞാൽ ഇസ് എ മോളിക്യൂൾ ദാറ്റ് ക്യാൻ ബൈൻഡ് ടു റിപ്രസർ. റിപ്രസറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന മോളിക്യൂളിനെയാണ് co-repressor എന്ന് പറയുന്നത്. ആൻഡ് മേക്ക് ഇറ്റ് ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ ടൈറ്റ്ലി. അപ്പം റിപ്രസറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത് വഴി co-repressor ഓപ്പറേറ്ററിലേക്ക് റിപ്രസറിൻ്റെ ബൈൻഡിങ്ങിനെ കുറച്ചുകൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. അതുവഴി ട്രാൻസ്ക്രിപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ റിപ്രസർ ഈസ് എ മോളിക്യൂൾ ദാറ്റ് ക്യാൻ ബൈൻഡ് ടു റിപ്രസർ ആൻഡ് മേക്ക് ഇറ്റ് ടു ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ ടൈറ്റ്ലി ആൻഡ് വിച്ച് ക്യാൻ ഡിക്രീസസ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രിപ്പ് ഓപ്പറോണിൻ്റെ കേസിൽ ട്രിപ്റ്റോഫാനാണ് ഇവിടുത്തെ co-repressor. ട്രിപ്റ്റോഫാൻ്റെ ലെവൽ ഹൈ എമൗണ്ട് ആയി കഴിയുമ്പോഴേക്കും ട്രിപ്റ്റോഫാൻ്റെ ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടി ട്രിപ്റ്റോഫാൻ തന്നെ co-repressor-ആയിട്ട് ആക്ട് ചെയ്യുകയും അത് റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അതുവഴി റിപ്രസർ കോംപ്ലക്സ് ഓപ്പറേറ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അതുവഴി ട്രാൻസ്ക്രിപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. ഇനി നമുക്ക് സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. സ്ട്രക്ചറൽ ജീൻസിനെ സിസ്ട്രോൺസ് എന്നും വിളിക്കാറുണ്ട്. ദീസ് ജീൻസ് കോഡ് ഫോർ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ മോർഫോളജിക്കൽ ഓർ ഫങ്ഷണൽ ട്രൈറ്റ് ഓഫ് ദ സെൽ. ദീസ് ആർ കോൾഡ് സിസ്ട്രോൺസ്. They are continuous in prokaryotes and split into introns and exons in eukaryotes. സ്ട്രക്ചറൽ ജീൻസ് അല്ലെങ്കിൽ സിസ്ട്രോൺസ്. ഇത്തരത്തിലുള്ള ജീൻസ്
മോർഫോളജിക്കൽ ആയിട്ടുള്ളതോ ഫങ്ഷണൽ ആയിട്ടുള്ളതോ സെല്ലിൻ്റെ ട്രേറ്റ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെ കോഡ് ചെയ്യുന്ന ജീനുകളാണ്. ഇവയെ സിസ്ട്രോൺസ് എന്ന് വിളിക്കുന്നു. പ്രൊക്കാരിയോട്സിൻ്റെ കേസിൽ സിസ്ട്രോൺസ് കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് പോളിസിസ്ട്രോൺസ് എന്നൊക്കെ അറിയപ്പെടും. കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഇങ്ങനെയുള്ള സിസ്ട്രോൺസ് കാണപ്പെടുന്നത്. എന്നാൽ യൂക്യാരിയോട്സിൻ്റെ കേസിൽ സ്പ്ലിറ്റ് ഇൻറ്റു ഇൻട്രോൺസ് ആൻഡ് എക്സ്ട്രോൺസ്. അപ്പം സ്ട്രക്ചറൽ ജീൻസിനെ ഇൻട്രോൺസ് ആയിട്ടും എക്സ്ട്രോൺസ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്താണ് കാണപ്പെടുന്നത് ഇൻ യൂക്യാരിയോട്സ്. അടുത്തത് റെഗുലേറ്റർ ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. These genes code for repressor proteins for regulating the transcription of cistron. സിസ്ട്രോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന ജീനുകളെയാണ് റെഗുലേറ്റർ ജീൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പറേറ്റർ ജീൻസ്. An operator gene acts as a switch to turn on or off the transcription of a structural gene as and when required by the cell. അപ്പോൾ സെല്ലിന് എപ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ ടേൺ ഓൺ ആകേണ്ടത്, ട്രാൻസ്ക്രിപ്ഷൻ ടേൺ ഓഫ് ആകേണ്ടത്, അതനുസരിച്ച് സ്ട്രക്ചറൽ ജീൻസിനെ സ്വിച്ച് ഓൺ ആകാനും സ്വിച്ച് ഓഫ് ആക്കാനും വേണ്ടി ഉള്ള ജീനുകളെയാണ് ഓപ്പറേറ്റർ ജീൻ എന്ന് പറയുന്നത്. ഓപ്പറേറ്റർ ജീൻസിലേക്കാണ് റിപ്രസർ പ്രോട്ടീനും ആക്ടിവേറ്റർ പ്രോട്ടീൻസും ഒക്കെ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്ററിലേക്ക് റിപ്രസർ പ്രോട്ടീനാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. ആക്ടിവേറ്റർ പ്രോട്ടീനാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. Promoter genes. These genes are DNA sequences for the binding of RNA polymerase for the transcription of RNAs by the structural genes. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ എൻഹാൻസ് ചെയ്യുന്ന എൻസൈമാണ് RNA പോളിമറൈസ്. ഈ RNA പോളിമറൈസിൻ്റെ ബൈൻഡിങ് സൈറ്റാണ് പ്രൊമോട്ടർ ജീൻസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ വേണ്ടി പാർട്ട് 1ഉം 2ഉം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.